കാരണം എന്തോ അതിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഒരു ചെറിയ വണ്ടിയൊന്നുമല്ല. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അത് എൻ്റെ ഹൈറ്റിന് അത് അങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല. ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫീച്ചർ ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അതിൻ്റെ ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 230 kgs ആണ്. നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ വണ്ടി മിനിമം ഒരു 2 weeks അവിടെ ഇരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഹായ് ഗൈസ്, അഗെയിൻ കെയിലോണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ വീഡിയോ ഒന്നുമല്ല, ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് വീഡിയോ ആണ്. ഈ വീഡിയോ മെയിൻലി ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഹിമാലയനാണല്ലോ ഓടിക്കുന്നത്. ഓക്കെ, ഇവൻ ഏകദേശം ഒരു 2 years ആവാറായി. ഞാൻ 2022 ജൂലൈയിലാണ് എടുത്തത്. ഓക്കെ, ഇപ്പം 2 വർഷം കൊണ്ട് ഏകദേശം ഒരു 30,000 above kilometers ഓടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് വാറണ്ടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇനി എക്സ്റ്റൻഡഡ് വാറണ്ടി കിടപ്പുണ്ട്, അതൊരു 20,000 kilometers ആണ്. അപ്പോൾ എൻ്റെ ഒരു വർഷത്തെ ഓട്ടം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാനും ഒരു 15K എബവ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലം കൂടെയാണ് ഇവൻ്റെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു ബൈക്കും കൂടെ വേണം എന്നുള്ളൊരു തോട്ടിലോട്ട് വന്നു. അന്നേരം ഏത് ബൈക്ക് എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ഒരു ചോദ്യം. ഒബ്വിയസ്ലി മിക്കപ്പോഴും ഇങ്ങനെ ഈ ഒരു ഹിമാലയൻ ഓർഡർ ചിന്തിക്കുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ വരേണ്ടത് സത്യത്തിൽ ഹിമാലയൻ 450 ആണ്. പക്ഷെ അതിനകത്തോടെ ഞാൻ നോക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താ പറയുക, ഈ ഒരു ലേണിംഗ് കർവ് ആണല്ലോ. നമ്മളിപ്പം ഒരു ബൈക്കിൽ നിന്ന് അടുത്തൊരു അപ്ഗ്രേഡ് നോക്കുന്ന സമയത്ത് നമുക്കൊരു ലേണിംഗ് കർവ് ഉണ്ട്. ആ ഒരു കർവ് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, കുറച്ചും കൂടി എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ബൈക്ക് കിട്ടുവാണെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു ആലോചന വന്നപ്പോഴാണ് ഹിമാലയൻ 450 നമുക്ക് അവോയ്ഡ് ചെയ്ത് നിർത്താം. നമുക്കൊരു അറ്റ്ലീസ്റ്റ് സിംഗിൾ സിലിണ്ടേഴ്സിന് എല്ലാത്തിനും അവോയ്ഡ് ചെയ്ത് നിർത്താം എന്നെനിക്ക് തോന്നൽ വന്നു. മിനിമം ഒരു ഡബിൾ സിലിണ്ടർ എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. പാരൽ സിലിണ്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു ഓപ്ഷൻ നോക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ആഫ്രിക്ക ട്വിൻ ആയിരുന്നു. പക്ഷേ അതിലോട്ട് എത്താനുള്ള ബഡ്ജറ്റ് ഈ ഒരു ടൈം ഫ്രെയിമിൽ എത്തുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടാണ്. അപ്പം ഒരു മിഡ് വേരിയൻറ്റിലോട്ട് എത്താം എന്നുള്ളൊരു ആലോചന വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയത് ഒരു 750cc അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള കുറച്ച് ബൈക്സാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയപ്പം വളരെ ചുരുക്കം ചില ബൈക്കുകൾ ഞാൻ കണ്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അതും ADV സെഗ്മെൻറ്റാണ് ഞാൻ നോക്കിയത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു കുറച്ച് ബൈക്കുകൾ മാത്രം ലിസ്റ്റ് ചെയ്ത് തന്നത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ബൈക്കുകളുണ്ട്, നല്ല നല്ല ബൈക്കുകളുണ്ട് ആ ഒരു സെഗ്മെൻറ്റിൽ. പക്ഷേ ADV എന്നുള്ളൊരു സ്പെസിഫിക് കാറ്റഗറി, അതായത് ഇപ്പം എനിക്ക് സെറ്റാവുന്ന ADV ആണ്. ഞാൻ സ്പോർട്സ് വണ്ടികളുടെ ഒരു ഫാനും അല്ല, ഞാൻ അങ്ങനെ ഓട്ടിക്കാൻ പറ്റുന്ന ഒരാളുമല്ല. ഓക്കെ, എൻ്റെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കുന്നത് എപ്പോഴും ADV ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ADV ബൈക്കുകളാണ് ഞാൻ നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരു 5-6 ബൈക്കുകൾ വന്നു. പ്ലസ് അതിൻ്റെ കൂടെ ഇനി ഒരു 2 yearsനുള്ളിൽ വരാൻ ചാൻസുകളുള്ള കുറച്ച് ബൈക്കുകളുണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കമ്പാരിസൺ വീഡിയോ ആണ് സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ആദ്യത്തെ ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹോണ്ടയുടെ തന്നെ NX500 ആണ്. നമ്മൾ ഈ ചാനലിൽ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്, ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു NX500 ഒരു മെയിൻ ഗുഡ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോണ്ടയുടെ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഞ്ചിൻ്റെ റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു ചോദ്യവും ഇല്ല. അവിടെ ഭയങ്കര ബട്ടർ സ്മൂത്ത് ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു 500cc എഞ്ചിനാണ് നിങ്ങൾ നോക്കുന്നത്. അതൊരു പാരലൽ ട്വിൻ എഞ്ചിനാണത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എഞ്ചിനാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ NX500 ഒരു ഗുഡ് ഓപ്ഷനായിരുന്നു. ഞാൻ പക്ഷേ അത് ഓട്ടിച്ചതിനകത്ത് കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻലി എന്ന് പറയുമ്പോഴത്തേക്ക് ആ വണ്ടി എനിക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നി. കാരണം എന്തോ അതിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഒരു ചെറിയ വണ്ടിയൊന്നുമല്ല. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അത് എൻ്റെ ഹൈറ്റിന് അത് അങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല. ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. NX500 ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കാല് ഒരുമാതിരി ക്രാംപ്ഡ് ആയ കണക്ക് എനിക്കൊരു ഫീലിംഗ് വരുന്നുണ്ട്. അതൊരു കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡബിൾ സിലിണ്ടർ വണ്ടിയാണത്, ഒരു ഹോണ്ടയുടെ ഒരു. പക്ഷേ അതൊരു പ്രോപ്പർ ADV ആണ്. പക്ഷേ അതൊരിക്കലും ഒരു ഓഫ് റോഡ് സെൻട്രിക് വണ്ടിയല്ല, അതെപ്പോഴും ഒരു ഓൺ റോഡ് സെൻട്രിക് ആയിട്ട് ഇറക്കിയ ഒരു വണ്ടിയാണ്. അപ്പം അതിന് വരുന്നത് അലോയ് വീൽസാണ്, സ്പോക്ക് വീൽസും കാര്യങ്ങളൊന്നുമല്ല. ആൻഡ് അതിൻ്റെ ഒരു റേറ്റ് വന്നിട്ട് ഏകദേശം ഒരു 7.40 അടുപ്പിച്ചാണെന്ന് തോന്നുന്നു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 7.5-ish റേഞ്ചിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അതിനകത്ത് റൈഡിങ് മോഡ്സോ പിന്നെ ക്രൂസ് കൺട്രോളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു ADV എന്ന് പറയുമ്പോൾ നമ്മളൊരു ടൂറിങ് സെഗ്മെൻറ്റും കൂടെ ആണല്ലോ അത് ബേസിക്കലി.
അപ്പം അങ്ങനെ നോക്കിയിട്ട് അതിനകത്ത് ഒരു ക്രൂസ് കൺട്രോളൊന്നും കൊടുക്കാത്ത വളരെ മോശമായി പോയെന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും വില കൊടുത്ത് ഒരു വണ്ടി എടുക്കുന്നതിനകത്ത് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. അതാണ് NX9 പറ്റിയുള്ള എൻ്റെ തോട്ട്സ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം നമുക്ക് സോളിഡ് ഒരു വണ്ടി വേണം. നമുക്ക് അതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സർവീസിന് സ്പെയർ പാർട്സിന് നമുക്ക് ഒത്തിരി അലയേണ്ടി വരത്തില്ല. അതൊരു മെയിൻ കൺസേൺ. കാരണം നമ്മൾ വണ്ടി വാങ്ങിക്കുന്നത് മാത്രമല്ലല്ലോ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സർവീസും കൂടെ നമ്മൾ നോക്കണം. അപ്പം ആ ഒരു ഗണത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹോണ്ട വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം. അതുകൊണ്ടാണ് തന്നെയാണ് ഞാൻ ലിറ്റർ ക്ലാസ് ബൈക്സിലോട്ട് നോക്കുമ്പോൾ ഞാൻ ആഫ്രിക്ക ട്വിനിലോട്ട് എത്തിപ്പെട്ടതിൻ്റെ ഒരു മെയിൻ റീസൺ അതായിരുന്നു. കാരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ BMW GS 310 ഓക്കെ, അപ്പോൾ ആ ഒരു വണ്ടിക്ക് തന്നെ തേർഡ് സർവീസിന് ഏകദേശം വരുന്നത് ഒരു 25,000 അടുപ്പിച്ചാണ്. അതേസമയം നമ്മുടെ ഈ ഹിമുവിന് ആകെപ്പാടെ വന്നത് എനിക്ക് ഏകദേശം 7,000 അടുപ്പിച്ച് അത്രയും കണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസിൻ്റെ കാര്യം ഒരു ഭയങ്കര കൺസേൺ. കാരണം നമുക്ക് ഒരു വണ്ടി വാങ്ങിച്ചിട്ട് പിന്നെയും അതിനകത്തൊരു പൈസ ഇറക്കിക്കൊണ്ടിരിക്കാനുള്ളതല്ലല്ലോ. നമുക്ക് ഒരു ഒന്നും ആലോചിക്കാതെ എടുത്ത് വെച്ച് ഓട്ടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആഫ്രിക്ക ട്വിൻ്റെയൊക്കെ പാർട്സിൻ്റെയൊക്കെ വില ഞാൻ ആ ഒരു ക്ലാസ്സിലുള്ള വണ്ടികളോട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർ സർവീസൊക്കെ ഒരു 6,000 7,000 ഒക്കെ ഞാൻ കണ്ടുള്ളൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ റിലയബിൾ ആയിട്ടുള്ള വണ്ടിയാണ് സർവീസ് വൈസ് നോക്കി കഴിയുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഹോണ്ട എന്നുള്ള ഒരു ബ്രാൻഡിനോട് എനിക്കൊരു ബഹുമാനം തോന്നി അന്നേരമാണ് കേട്ടോ. കാരണം ആ NX9 എടുക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ സർവീസിൻ്റെ കാര്യത്തിനെ പറ്റി ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ NX9. പിന്നെ അടുത്ത് വന്നിട്ട് എനിക്ക് ഈ ലിസ്റ്റിൽ വരുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ബെൻലിയുടെ തന്നെ TRK 502ഉം 502Xും ആണ്. ഓക്കെ, 502 ഒരു റോഡ് വേരിയൻറ്റ്, 502X എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഓഫ് റോഡ് വേരിയൻറ്റ്. ഞാൻ കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത് ആ 502X ആണ്. ഒരു ഓഫ് റോഡ് സെൻട്രിക് ആ സ്പോക്ക് വീൽസ് വരുന്ന വേരിയൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഗുഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഞ്ചിനാണ്. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു 58 bhp അടുപ്പിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാരലൽ ട്വിൻ എഞ്ചിനാണ് വരുന്നത്. ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് സ്പീഡ് വന്നിട്ട് ഏകദേശം 170 അടുപ്പിച്ച് ടോപ്പ് സ്പീഡുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7.4ഉം ഒരു 8.2നും അടുപ്പിച്ചിട്ടാണ്. നമ്മുടെ 502ന് 7.4ഉം 502Xന് ഏകദേശം ഒരു 8.2 സംതിങ് അടുപ്പിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ മാരക റോഡ് പ്രസൻ്റാണ്. അതൊരു 500cc എഞ്ചിൻ വണ്ടിയാണെന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാവത്തില്ല. അത് ആ വണ്ടിയാണെന്നുള്ളത് അറിയാവുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവും. കാരണം ഒരു ഭയങ്കര ഭീമാകാരമായ ലുക്കാണ്. കാരണം നമ്മുടെ ഒരു 1250 GS ഒക്കെ കാണുന്ന ആ ഒരു ഫീലിലാണ് നമുക്ക് ആ വണ്ടി കാണാൻ പറ്റുന്നത്. കാരണം ഭയങ്കര ബൾക്കിയാണ്. ആ ഒരു റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് ഒരു അതിമാരക സാധനമാണ്. ഓക്കെ, വണ്ടി അത് കൊണ്ടു നടക്കാൻ കുറച്ച് പാടാണ്. കാരണം നല്ല വെയിറ്റാണ്. ഈ ഒരു ബൾക്കി ഫീച്ചർ ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അതിൻ്റെ ഡ്രൈവ് വെയിറ്റ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 230 kgs ആണ്. അപ്പോൾ ഏകദേശം 18 ലിറ്റർ ഫ്യൂൽ ടാങ്ക് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഊഹിക്കാമല്ലോ നിങ്ങൾക്ക്. ഏകദേശം ഒരു 240-245 kgs ഒക്കെ അടുപ്പിച്ച് അതിന് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. അപ്പം അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ്. അതാണ് തന്നെ സീറ്റ് ഹൈറ്റ് വരുന്നത് 835 mm ആയിരുന്നു, 855 mm ആണെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പം കയ്യിൽ നിന്നെങ്ങാനും വീണ് കഴിഞ്ഞാൽ അത് കുറച്ച് എടുക്കാൻ പാടാണ്. ഓക്കെ, ആ ഒരു രീതിയാണ് ആ വണ്ടി. പക്ഷെ ഈ വണ്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഞാൻ പണ്ട് തൊട്ടേ ഹിമു എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നോക്കി വെച്ചിരുന്ന ഒരു വണ്ടിയാണ് TRK 502X എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം അത് വണ്ടിയുടെ പ്രശ്നമല്ല, ബെൻലി എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ ആ ബ്രാൻഡിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ്. സർവീസ് സെൻറ്റേഴ്സ് ആൻഡ് സ്പെയർ പാർട്സ് അത് ഇത്രയും ദാരിദ്ര്യമായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ വണ്ടി എന്ന് പറയുന്നത് പക്ക നല്ല അടിപൊളിയാണ്. ബാംഗ്ലൂർ എന്ന് പറയുന്നത് ചെന്നം പിന്നെ കാണുന്നൊരു വണ്ടിയാണ് ഈ TRK എന്ന് പറയുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് വരെ ഉള്ളൊരു മോഡൽ കൂടാണ് ഈ TRK 502X എന്ന് പറയുന്നത്. 502 ആൻഡ് 502X അവരുടെ 500 സീരീസ് ബേസിക്കലി. അപ്പോൾ അവരുടെ വണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ സർവീസ് സെൻ്ററിലോട്ട് ചെല്ലുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ആരും കൊണ്ടെന്ന് ചോദിച്ചാൽ അത് അവർ തന്നെ പറഞ്ഞു തരും. നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ വണ്ടി മിനിമം ഒരു 2 weeks അവിടെ ഇരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഇതാണെങ്കിൽ ബെൻലിയുടെ ഒരു 500 സീരീസ് എടുത്തതാണ്. അപ്പം പുള്ളി എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ ഞാൻ അന്വേഷിച്ചവരടുത്തെല്ലാം അവർ പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ്. സർവീസ് സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ ശോകമാണ്. അപ്പം
അതാണ് ബെൻലിയുടെ കുഴപ്പം. അപ്പം അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ. പിന്നെ ഇനി മൂന്നാമതായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മോട്ടോമോർണിയുടെ എക്സ്കേപ്പ് 650 ആണ്. ഓക്കെ, അതും അതിൻ്റെ 650X വേരിയൻറ്റും അഡ്വഞ്ചർ വേരിയൻറ്റ്. അപ്പോൾ ഇതും നമ്മുടെ TRKയുടെ ഒരു സെയിം റേഞ്ചിൽ തന്നെയാണ്, പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഒരു 7.4 ഫോർ ദ ഓൺ റോഡ് വേരിയൻറ്റും ഒരു 8.19 ഫോർ ദ ഓഫ് റോഡ് വേരിയൻറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസസ് കൊച്ചിയിലെ റേറ്റുകൾ വരുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ TRKയുടെ നേരെ ഓപ്പോസിറ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും റോഡ് പ്രസൻസും കാര്യങ്ങളിലൊക്കെ പക്ക സാധനമാണ്. നല്ല അടിപൊളി ലുക്കുള്ള വണ്ടിയാണ്. ബേസിക്കലി ബെൻലിയും മോട്ടോമോർണി എന്ന് പറയുന്നത് QJ മോട്ടോഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന സെയിം ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന 2 സബ് ബ്രാൻഡ്സാണ്. അപ്പം മോട്ടോമോർണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിഫ്രഷ്ഡ് ആയിട്ടുള്ള ലുക്ക് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഒരു 7-inch TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിനകത്ത് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും റൈഡിംഗ് മോഡ്സും ഉണ്ട്. പക്ഷേ ക്രൂസ് കൺട്രോൾ അപ്പോഴും വരുന്നില്ല. അതൊരു വലിയ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവർക്ക് എന്താ ഇത് കൊടുത്താലും എനിക്കിതുവരെ മനസ്സിലായി. ഈവൻ നമ്മുടെ ഹിമാലയൻ 450 ഇറക്കിയപ്പോൾ പോലും അവരെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ക്രൂസ് കൺട്രോളിൻ്റെ ഒറ്റ കാര്യം കൊണ്ട് അവർ കൊണ്ട് കളഞ്ഞു. അത് നമുക്ക് വേണ്ടുന്നൊരു കാര്യമായിരുന്നു ഹൈവേയിലൊക്കെ പോകുമ്പോഴത്തേക്ക്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് ബൈക്ക്. ഓക്കെ, രണ്ടും ഓക്കെ. അപ്പോൾ നമ്മുടെ മോട്ടോമോർണിയിലോട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അത് 60 bhp ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 175 എന്താണ്ടാണ് ടോപ്പ് സ്പീഡ് പറയുന്നത്. അപ്പം നല്ല, ഞാൻ ഇതിനുമ്പോൾ ബെൻലിയുടെ ഷോറൂമിൽ പോയപ്പോൾ കണ്ടൊരു ബൈക്കാണ്. അതിമാരക ലുക്കാണ് ആ സാധനം. ആ ഭയങ്കര സ്റ്റൈലിഷ് കർവും കാര്യങ്ങളൊക്കെ വരുന്നൊരു ബൈക്കാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെയും ഇത് രണ്ടും ഒരേ ബ്രാൻഡിൻ്റെ അണ്ടർ വരുന്നതാണ്. ഒരമ്മ പറ്റ മക്കളാണ്. സർവീസ് സെൻറ്ററിൻ്റെ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിൽ പിന്നെ ഏതാണ് നമ്മൾ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിൽ വയ്ക്കാനില്ല, സർവീസ് സെൻറ്ററിൽ കൊണ്ടൊന്നും കളഞ്ഞേക്കാനില്ലല്ലോ. അപ്പോൾ മോട്ടോമോർണിലോട്ടും ഞാൻ നോക്കുന്നതിനകത്ത് എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സർവീസ് സെൻറ്റർ ആൻഡ് സ്പെയർ പാർട്സാണ്. ഞാൻ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കൂടെ എന്നും എപ്പോഴും കാണണം. സർവീസ് സെൻറ്ററിന് വേണ്ടി ഞാൻ തെണ്ടി നടക്കരുത്, സ്പെയർ പാർട്സിന് വേണ്ടി ഞാൻ ഓടി നടക്കരുത്. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കണ്ടീഷൻസ് വെച്ചപ്പോഴത്തേക്കും നമുക്ക് ബെൻലിയുടെയും മോട്ടോമോർണിയുടെ ഏകദേശം പേര് തന്നെ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതാണ് മോട്ടോമോർണിയുടെ ഒരു അവസ്ഥ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് വരുന്ന ഒരു വണ്ടി എന്ന് പറയുമ്പം കവാസാക്കിയുടെ തന്നെ വേഴ്സസ് 650 ആണ്. അപ്പോൾ ഞാനൊരു പുതിയ വണ്ടി നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാ റൈഡേഴ്സും ഒരേ കണക്ക് തന്നെ പറഞ്ഞൊരു പേരാണ് 650യുടെ പേര്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം, വണ്ടി അടിപൊളിയാണ്. ഓൺ റോഡ് പ്രൈസ് ഏകദേശം കേരളത്തിൽ കൊച്ചി പ്രൈസ് ആണെന്ന് പറഞ്ഞാൽ 9.77 lakhs വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ മെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് റിലയബിലിറ്റിയാണ്. ഇത്രയും നാളായിട്ട് ഓടി തെളിഞ്ഞൊരു എഞ്ചിനാണ്. വർഷങ്ങളായിട്ടുണ്ട് ആ വണ്ടി മാർക്കറ്റിൽ. വർഷങ്ങളായിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല, പക്ഷേ അതിനകത്ത് ഒരു അപ്ഡേഷൻ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള ഞാൻ എടുത്തു പറയണം. ഞാൻ നോക്കിയിട്ട് അതിനകത്ത് അവർ കൊണ്ടുവന്നപ്പോൾ ഉള്ള കണക്ക് തന്നെയാണ്. റൈഡിംഗ് മോഡ്സ് ഉണ്ടോ? റൈഡിംഗ് മോഡ്സ് ഉണ്ടെന്നാണ് എൻ്റെ അതൊരു കൺഫ്യൂഷനാണ് കേട്ടോ. ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം, ഉണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പോൾ ആ വണ്ടി എടുക്കുമ്പോൾ മെയിൻലി വരുമ്പോഴേക്കും നല്ല റിലയബിളായിട്ടൊരു എഞ്ചിൻ കിട്ടുന്നുണ്ട്. കവാസാക്കിയുടെ നല്ല അടിപൊളി സർവീസാണ്. സർവീസിനൊന്നും ഞാൻ ഒരു കുറ്റവും പറയില്ല. പക്ഷേ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൂടുതലാണ്. ഒരു സർവീസിനെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12,000 15,000 ഒക്കെ വെച്ച് തന്നെ ഒരു സർവീസിന് കവാസാക്കി ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ കഷ്ടമാണ്. സ്പെയർ പാർട്സ് അവൈലബിലിറ്റിക്ക് ഒരു പ്രശ്നവുമില്ല. സ്പെയർ പാർട്സൊക്കെ നല്ല അടിപൊളിയായിട്ട് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളൊരു 9.77 കൊടുത്തിട്ട് പിന്നെ ഓരോ സർവീസിന് ഇങ്ങനെ ഇത്രയും കൊടുക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം നോർമൽ സർവീസിനാണ്. അപ്പോൾ സ്പെയർ പാർട്സൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റേറ്റ് ആവും. അപ്പോൾ അതാണ് ഒരു കാര്യം. അപ്പം വേഴ്സസ് 650 ഞാൻ നോക്കാതിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ സർവീസിൻ്റെ കൺസേൺ കൊണ്ടിട്ടാണ്. അപ്പോൾ ഇനി ഈ ലിസ്റ്റിലോട്ട് ഞാൻ അടുത്തതായിട്ട് ചേർത്ത ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈഗർ 660, അതായത് ട്രയംഫിൻ്റെ ടൈഗർ 660 സ്പോർട്ടാണ്. ഓക്കെ, ഒരു ഓൺ റോഡ് വേരിയൻ്റ് ആയിട്ടുള്ളൊരു ADV. ഓക്കെ, റോഡ് ടൂറിങ്ങിന് അടിപൊളിയായിട്ട് പറ്റുന്നൊരു വണ്ടിയാണ്. ഏകദേശം ഒരു 12 lakhs അടുപ്പിച്ചാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കൊല്ലത്ത് വരുന്നത്. ഓക്കെ, എനിക്ക് വണ്ടി പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഓക്കെ, അതിൻ്റെ ലുക്സ് വൈസ് ആയാലും അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ വരുന്നില്ല, ബട്ട് സ്റ്റിൽ 5 റൈഡിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേ കണക്കാണ് ഈ ലിസ്റ്റിലെ ഒരു 3 cylinder എഞ്ചിൻ കൂടാണത്. അതേ കണക്ക് തന്നെ ഏകദേശം 200 above പോകാൻ പറ്റുന്നത്. ടോപ്പ് സ്പീഡ് 220 ആണ് അതിൻ്റെ ടോപ്പ് സ്പീഡ് പറയുന്നത്. അപ്പോൾ അത്രയും ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് സ്പീഡുള്ള വണ്ടി അത് തന്നെയാണ്. അപ്പം
അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ 660 ഈസ് ഓക്കെ. ഒരു 12 lakhs ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ പക്ഷേ കൺസേൺ അന്നേരം ഞാൻ നോക്കും. കാരണം ഞാൻ എൻ്റെ ഒരു എൻ ഗോൾ എന്ന് പറയുന്നത് തന്നെ ഒരു ലിറ്റർ ക്ലാസ്സിലോട്ട് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 12 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അടുത്ത വണ്ടിയിലോട്ടും കൂടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 12 lakhs കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മേ ബി ഒരു 5 yearsനകത്ത് വെച്ച് തന്നെ ഞാൻ ചിലപ്പോൾ അടുത്ത വണ്ടിയിലോട്ട് ചാടും. അപ്പം ഈ 12 lakhs കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന എത്ര ആയിരിക്കും, ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് മാക്സിമം കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയും പൈസ ഞാൻ പിന്നെ കൊണ്ടുപോയി കളയുവാണ്. അപ്പം അതൊരു മേജർ കൺസേൺ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ അല്ലാതെ സർവീസ് വൈസ് ആയാലും സ്പെയർ പാർട്സ് വൈസ് ആയാലും നിങ്ങൾക്ക് കിട്ടാൻ വലിയ പാടുന്നില്ല. കാരണം ട്രയംഫിൻ്റെ ഇപ്പം ഷോറൂംസും സർവീസ് സെൻറ്റേഴ്സും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ബജാജ് കൂട്ടുമായിട്ട് വന്നതോടുകൂടി ഒത്തിരി ഷോറൂംസ് അവർ തുറന്നിട്ടുണ്ട്. അപ്പം ഇതൊരു മേജർ കൺസേൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു 12 lakhs അടുപ്പിച്ച് അത്രയും വന്നു. പിന്നെ ഞാൻ ഇനി അതിനകത്ത് ടൂറിംഗ് സെറ്റപ്പ് ചെയ്യണം, ഒരു ടോപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് പിന്നെയും ടൈഗർ 660 വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷേ അതൊരു എൻഗോളായിട്ട് മാത്രം മാറേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആഫ്രിക്കറ്റിലോട്ട് പോകരുത്, പിന്നെ ആ ഒരു റേഞ്ചിലോട്ട് തന്നെ നിൽക്കണം എന്നുള്ളൊരു കാരണം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഒത്തിരി ദൂരത്തെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടൊക്കെ ആയിരിക്കണം ഞാൻ ഒരു ലിറ്റർ ക്ലാസ്സിലോട്ട് ചാടേണ്ടത്. അതാണ് ഞാൻ നോക്കിയിട്ട് 660യുടെ കുഴപ്പം. അപ്പം ഈ ലിസ്റ്റിൽ ഇനിയിപ്പോൾ അടുത്ത പറയാൻ പോകുന്ന വണ്ടിയോട് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളെല്ലാം കഴിയും. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഹോണ്ടയുടെ തന്നെ ട്രാൻസാൽപ്പ് 750 ആണ്. ഞാൻ ഓട്ടിച്ചിട്ടുള്ള വണ്ടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. അന്ന് തന്നെ ആ വണ്ടി ഓട്ടിച്ച് ഏകദേശം ഒരു 90 bhp പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 180 എബോ അങ്ങോട്ട് ടോപ്പ് സ്പീഡുള്ള വണ്ടിയാണ്. ട്വിൻ സിലിണ്ടറാണ്. നല്ല അടിപൊളി സൗണ്ടാണ്. ഓക്കെ, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷേ ആ വണ്ടിയുടെ വിലയാണ് 14 ലക്ഷം രൂപ. അതും ആഫ്രിക്കറ്റിനും തമ്മിൽ ഏകദേശം 6 ലക്ഷം രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. അപ്പം വൈ ട്രാൻസാൽപ്പ് 750 എന്നുള്ളൊരു ചോദ്യം അതങ്ങനെ നിൽക്കുകയാണ്. അപ്പം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല അടിപൊളി TFT ഡിസ്പ്ലേയും റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നില്ല, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെന്താ, നല്ല അടിപൊളി സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളി വലിപ്പവും കാര്യങ്ങളും എനിക്ക് പക്കയായിട്ട് സീറ്റിംഗ് കംഫർട്ട് ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതാണ് ട്രാൻസാൽപ്പിൻ്റെ ഒരു കാര്യം. അപ്പം ഈ 14 ലക്ഷം രൂപ എടുത്തിട്ട് ആ വണ്ടി എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ മനസ്സിൽ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതോടുകൂടി നമ്മുടെ ഇപ്പം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ നിന്നു. ഓക്കെ, അപ്പം ഇതിനിടയ്ക്ക് വരേണ്ട കുറച്ച് വണ്ടികളുണ്ടായിരുന്നു. കുറച്ച് ഈ അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് ഡിസ്കണ്ടിന്യൂഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്ര ഒരു ചെറിയ ലിസ്റ്റ് ആയത്. നമ്മൾ ബേസിക്കലി ADV മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ അതായിരുന്നു ഇത്ര നേരം ഉണ്ടായിരുന്ന വണ്ടിയുടെ കാര്യം. അപ്പോൾ ഇനിയിപ്പം ഇതിനിടയ്ക്കോട്ട് ഇനി ഒരു 2024 അവസാനം അല്ലെങ്കിൽ 2025 വരാൻ ചാൻസുകളുള്ള കുറച്ച് വണ്ടികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ്റെ തന്നെ 650 വെർഷനാണ്. ഓക്കെ, അപ്പോൾ അതൊരു പ്രോപ്പർ ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള വണ്ടിയല്ല, ഒരു ഓൺ റോഡ് സെൻട്രിക് നമ്മുടെ വേഴ്സസ് 650 കണക്കുള്ളൊരു വണ്ടിയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എൻ്റെ അറിവിൽ മീറ്റിയോറിൻ്റെ തന്നെ മീറ്റിയോർ 650യുടെയും നമ്മുടെ GTയുടെയൊക്കെ ആ ഒരു സെയിം 650cc എഞ്ചിനാണ്. ഓക്കെ, അതൊരു വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. കാരണം എന്തായാലും എൻ്റെ ഇറങ്ങുമ്പോൾ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4.5 lakhs അടുപ്പിച്ചുള്ള ആ ഒരു റേറ്റിലായിരിക്കും ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. റോയൽ എൻഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഏത് മുക്കനും മൂലയ്ക്കും നമുക്ക് സർവീസ് സെൻ്റർ ഉണ്ട്. സ്പെയർ പാർട്സിന് മേടിക്കേണ്ട. ഇത്രയും വർഷം ഓടിച്ച അവന്മാർ തെളിയിച്ച ഒരു എഞ്ചിനാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ഹിമാലയൻ്റെ കണക്കുള്ളൊരു കംഫർട്ട് തരുന്നൊരു ADV രീതിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ മീറ്റിയോർ നോക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് മീറ്റിയോർ ഇപ്പോഴും ഒരു ക്രൂയിസറാണ്. അതൊരു ഓടിക്കാൻ കംഫർട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് കുറച്ചും കൂടി ADVയിലോട്ട് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കിയത്. ഓക്കെ, അപ്പം ഹിമാലയൻ 650 പ്രോപ്പർ നെയിമിങ് അല്ല, അത് ജസ്റ്റ് നെറ്റിൽ കിടക്കുന്നൊരു പേര് മാത്രമാണ്. അവർ പേരെന്തായാലും ഒബ്വിയസ്ലി മാറ്റും. കാരണം ഹിമാലയൻ 650 എന്നുള്ളൊരു പേരിൽ അവരൊരിക്കലും ഇറക്കില്ല. അപ്പം നമ്മുടെ റോയൽ എൻഫീൽഡിൽ 650 നമ്മൾ തൽക്കാലത്തേക്ക് ഹിമാലയൻ 650 എന്ന് വിളിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ADV വണ്ടി ഒരു 2024 അവസാനം അല്ലെങ്കിൽ 2025 പ്രതീക്ഷിക്കാം എന്നാണ് ആസ് പെർ റിപ്പോർട്ട്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് വണ്ടി. രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ KTMൻ്റെ തന്നെ അഡ്വഞ്ചർ 490. ഓക്കെ, അവർ ഡ്രോപ്പ് ചെയ്തു എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ അഡ്വഞ്ചർ 490 എന്ന് പറയുന്നത്. അത് ഞാൻ ഇപ്പോൾ എടുത്തു പറയാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊരു കമ്പനിയാണ് സേഫ് ഹോണ്ട. കുറച്ച് മാസം മുമ്പ് ഡിസ്കൗണ്ട് പോയി അവരൊരു വണ്ടി ഇറക്കിയിരുന്നു, MT 450 എന്ന് പറഞ്ഞിട്ട്.
ഒരു പാരലൽ ട്വിൻ ആയിട്ടുള്ള ഒരു എഞ്ചിനൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട് അവർ. ഓക്കെ, അപ്പം പുറത്ത് നമ്മുടെ KTM എഞ്ചിൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് CF Moto ആണ്. ഓക്കെ, അപ്പം ആ ഒരു എഞ്ചിൻ വെച്ചുകൊണ്ട് തന്നെ KTM 490 ഇന്ത്യയിൽ ഇറക്കാനുള്ള ചാൻസുകൾ ഉണ്ട്. എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ഒരു 60-40 കൈൻഡ് ഓഫ് തിങ് ആണ്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു വണ്ടിയും കൂടെ വരാനുള്ള ചാൻസുകളുണ്ട്. ഇല്ലെങ്കിൽ CF Moto തന്നെ തിരിച്ച് ഇന്ത്യയിൽ ഓപ്പറേഷൻസ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസുകളും പറയുന്നുണ്ട്. ഉറപ്പില്ലാത്തൊരു വണ്ടിയാണ്. ബട്ട് സ്റ്റിൽ അഡ്വഞ്ചർ 490 അങ്ങനെ ഒരു വണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, പിന്നെ ഇനി അടുത്ത ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കൂട്ടത്തിൽ ഞാൻ നോക്കിയിട്ട് സിംഗിൾ സിലിണ്ടർ ആയിട്ട് വരുന്ന ആകെപ്പാടൊരു വണ്ടി ഇത് മാത്രമായിരിക്കും. നമ്മുടെ ഹീറോയുടെ 490 ADV, നമ്മുടെ ഡെക്കാർ റാലിയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആ ഒരു എൻജിൻ. ഓക്കെ, അത് കുറച്ചധികം രസമുള്ളൊരു എൻജിനായിട്ടാണ് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഞാൻ സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട് മാത്രം ഞാൻ തള്ളിക്കളയുന്നത്. പക്ഷേ ഒത്തിരി അഡ്വാൻസ് ഫീച്ചേഴ്സോടുകൂടി വരുന്ന ഒരു വണ്ടി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെയും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതാണ്. കാരണം ആ ഡെക്കാർ റാലിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു ആ ഒരു വണ്ടിയുടെ. അപ്പോൾ നമ്മുടെ CS സന്തോഷ് റേസ് വിൻ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ നല്ല അടിപൊളി സ്പെക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ ഡെക്കാർ റാലിക്ക് ഇറക്കിയത്. അപ്പം എത്രത്തോളം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ ഓൺ റോഡ് വെർഷൻ ഇറക്കുമെന്ന് അറിയില്ല. മേ ബി നമ്മുടെ എക്സ്പോൾസിൻ്റെ തന്നെ ഒരു അടുത്ത വെർഷൻ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. എന്തോ അത് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. ഇടയ്ക്ക് കുറച്ച് സ്പൈസ് ഓപ്ഷൻ കാര്യങ്ങളൊന്നും വന്നിരുന്നു. പക്ഷേ അത് ഏത് എഞ്ചിനാണ് വെച്ചത്, നമ്മുടെ ഹാർലിയുടെ തന്നെ എഞ്ചിൻ വെച്ചുകൊണ്ട് ഇറക്കിയതാണോ എന്താണോ ഇതുവരെ ഒന്നും അറിയില്ല. പക്ഷെ നമ്മുടെ ഡെക്കാർ റാലിക്ക് അവർ സ്പീഡ് വിങ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ അക്വയർ ചെയ്തുകൊണ്ടിട്ട് ചെയ്ത ഒരു എഞ്ചിനായിരുന്നു. നല്ല അടിപൊളി ഒരു എഞ്ചിനാണ്. ഓക്കെ, അപ്പം ആ ഒരു എൻജിൻ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ ഒരു ലിസ്റ്റിലോട്ട്. അപ്പം ഈ ലിസ്റ്റിൽ ആകെപ്പാടുള്ള ഒരു സിംഗിൾ സിലിണ്ടർ വണ്ടി എന്ന് പറയുമ്പോൾ ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ ലിസ്റ്റിൽ അടുത്തൊരു വണ്ടി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ ലാസ്റ്റ് ഒരു എക്സ്പെക്റ്റഡ് വണ്ടി എന്ന് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ TRK 702X, അതായത് നമ്മുടെ 502Xൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് ഈ അടുത്ത മാസങ്ങളിലായിട്ട് ഇന്ത്യയിൽ ഇറങ്ങും എന്നാണ് ഞാൻ അറിയുന്നത്. കുറച്ച് നാളായി ഞാൻ ന്യൂസുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതും വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ നമ്മുടെ മോട്ടോമോറിൻ്റെ ആ ഒരു രീതിയിലുള്ളൊരു എഞ്ചിനൊക്കെയാണ് ഞാൻ കാണുന്നത്. ഒരു 650cc ടൈപ്പുള്ളൊരു എഞ്ചിനാണ്. അങ്ങനെ നോക്കുകയാണെങ്കിലും അതൊരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ പവറും ഒരു അപ്ഡേറ്റഡ് ഫീലും കാര്യങ്ങളൊക്കെ ഒരു TFT ഡിസ്പ്ലേ ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം 502-നുള്ളൊരു സർവീസ് സെൻ്റർ പ്രശ്നം അപ്പോഴും ഉണ്ട്. ഓക്കെ, അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ വയസ്സും കറക്റ്റ് ആവുന്ന ഒരു വണ്ടിയാണ്. അതൊരു 10-ന് താഴെയൊക്കെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല പ്രൈസിങ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പം എൻ്റെ ഒരു പർച്ചേസ് ഓപ്ഷൻസാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇത്ര നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളും പലരും ഹിമാലയനൊക്കെ കയ്യിലുണ്ട്. ഒരു അപ്ഗ്രേഡ് നോക്കുന്നവരായിരിക്കാം. ADV-ലോട്ട് തന്നെ നോക്കുന്നവർക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് ഇപ്പോൾ കുറവാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു അടുത്ത ഒരു സബ് കാറ്റഗറി എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പം എനിക്ക് കുറച്ച് ഓപ്ഷൻസ് വന്നു. മേ ബി ചിലപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് എൻ്റെ അന്നേരത്തെ ഫിനാൻഷ്യൽ രീതി വെച്ചിട്ട് ഞാൻ ചിലപ്പം ഡയറക്റ്റ് ലിറ്റർ ക്ലാസ്സിലൂടെ ചാടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 2 to 3 years അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ എടുത്തിട്ട് പയ്യെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഞാനൊരു ഫാമിലി മാനാണ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ദേ ആർ ഡിപ്പെൻഡ് ഓൺ മീ. അപ്പം ഞാൻ ബേസിക്കലി ഒരു ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ പയ്യെ എൻ്റെ ഒരു പാഷൻ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം അതായിരുന്നു ബേസിക്കലി എൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പോൾ അതായിരുന്നു ബേസിക്കലി എൻ്റെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു കുറച്ച് ലോങ് ആയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം അല്ലേ? അപ്പോൾ അടുത്ത ആഴ്ച ഒരു പുതിയൊരു വണ്ടി, പുതിയൊരു സ്ഥലം, പുതിയ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരെ ദിസ് ഇസ് KL Vandi സൈനിങ് ഓഫ്. ബൈ.